മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ പറയുന്നത് കേട്ട് മോഹിനി പറയുന്നുണ്ട്, ഇനിയെങ്കിലും പ്രതാപേട്ടൻ്റെ അമ്മയ്ക്കും അവൾക്കും എന്തെങ്കിലും വല്ല മാറ്റം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നു, അവൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും കണക്കാക്കിയിട്ടില്ലാത്തതാണ്, അതുകൊണ്ടാണ് അവൾ എന്നെ അമ്മയെന്ന് പോലും കണക്കാക്കാതെ ഇരിക്കുന്നതെന്നല്ല മോഹിനി പറയുന്നത് കേട്ട് വളരെ സങ്കടം വരികയാണ് എല്ലാവർക്കും. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ലേഖ പറയുന്നുണ്ട്, ചെകുത്താനിലും കടലിലും നടുക്കായിട്ടൊരു അമ്മയാണ് ഇപ്പോൾ അങ്ങോട്ട് പോയത്. കരുണയാണെങ്കിൽ സ്വന്തം മോളാണെന്നും അവളിപ്പോൾ ഒരു അമ്മയാകാൻ തയ്യാറായിട്ടിരിക്കുകയാണെന്നും ആ സമയത്ത് പോലും ആ അമ്മയ്ക്ക് അവളെ ഒന്ന് പരിചരിക്കാനായിട്ട് പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലേഖയാണെങ്കിൽ ആകെ വിഷമം പറയുന്നുണ്ട്. അതേസമയം മഹി പറയുന്നുണ്ട്, എൻ്റെ അമ്മയാണെങ്കിൽ കൂടിയും സ്വന്തം ഭർത്താവ് ജയിലിലായിട്ട് പോലും എൻ്റെ അമ്മയ്ക്ക് ഒട്ടും സങ്കടമില്ലാത്തത് എൻ്റെ അമ്മയോട് അവർ ചെയ്തിട്ടുള്ള ക്രൂരത കൊണ്ട് മാത്രമാണ്. എൻ്റെ അമ്മയെ അത്രയ്ക്കും മാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് അയാളും അയാളുടെ അമ്മയും എന്നെല്ലാം മഹി പറയുന്നുണ്ട്. പിന്നീട് മാർക്കോയാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട്, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നില്ലേടി, എന്തെങ്കിലും എടുത്ത് കഴിക്കടി എന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട്. അതേസമയം മുത്തശ്ശി അങ്ങോട്ട് വരുന്നു. മുത്തശ്ശി ആണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ വാതിൽ തുറന്ന് അകത്ത് കയറുന്ന മുത്തശ്ശിയാണെങ്കിൽ കരുണയുടെ അടുത്ത് ഓടി ചെല്ലുന്നുണ്ടെങ്കിലും മാർക്കോ അതിന് സമ്മതിക്കുന്നില്ല. പോയ കാര്യങ്ങൾ എന്താ എന്നെല്ലാം മാർക്കോ ചോദിക്കുമ്പോഴേക്കും അവരെ രണ്ടുപേരെയും ജയിലിലോട്ട് കൊണ്ടുപോയി എന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേട്ട് വളരെ സന്തോഷിക്കുകയാണ് മാർക്കോയും ലോപ്പസും. പ്രതാപനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കോടതിയിൽ പറഞ്ഞെന്നും അങ്ങനെ അവരെ ജയിലിലാക്കിയെന്നും എല്ലാമുള്ള കാര്യങ്ങൾ മുത്തശ്ശി പറയുന്നത് കേട്ട് ആകെ വിഷമിക്കുകയാണ് നമ്മുടെ കരുണ ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടനും അമ്മയും എല്ലാ കാര്യങ്ങളും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ അറിയാതിരിക്കുമോ, അവരും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നെല്ലാം പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ വല്ലാതെ കരയുന്നുണ്ട്. നിന്റെ ഭർത്താവിൻ്റെ അച്ഛനാടി നിന്റെ അച്ഛൻ കൊന്നത്, അതുപോലെ തന്നെ നിന്റെ അമ്മായിയമ്മയുടെ ഭർത്താവിനെ അടി നിന്റെ അച്ഛൻ കൊന്നതെന്നെല്ലാം പറയുന്നത് കേട്ട് വല്ലാതെ വിഷമിക്കുകയാണ് കരുണ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി മുത്തശ്ശിയും മോളും തന്നെ അങ്ങോട്ട് ജീവിച്ചാൽ മതി, ഈ മുത്തശ്ശിയുടെ കാലം കഴിയുമ്പോഴേക്കും നീയും നിന്റെ കുഞ്ഞും കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ മതിയടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാർക്കോ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഉണ്ണിയേട്ടൻ ഇനി എന്നെ വിളിച്ചില്ലേലും സാരമില്ല, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്ന് മുത്തശ്ശിയോടായിട്ട് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നീ അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ എത്ര കാലം നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് നീ ഉണ്ണിയുടെ കൂടെ എങ്ങനെയെങ്കിലും ജീവിക്കണമെന്ന് പറയാണ് മുത്തശ്ശി. നമ്മളെങ്ങനെ ജീവിച്ചിരുന്നവരാണ്, നമുക്കാണല്ലോ എല്ലാ കാലക്കേടും വന്നു ചേരുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ കരയുന്നു. പിന്നീട് ടി വിയിൽ വരുന്ന ന്യൂസെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സീമന്തിനി. അങ്ങനെ സീമന്തിനിയാണെങ്കിൽ ന്യൂസിൽ കൂടെ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യവും ഇവർക്ക് ജാമ്യം കിട്ടാത്ത കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തന്നെ സീമന്തിനിയാണെങ്കിൽ മേഘനെ വന്ന് അറിയിക്കുന്നുണ്ട്. എന്നിട്ട് മേഘനോടായിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ, ഇനി എങ്ങനെ ജീവിക്കും മോനെ, നമ്മൾ നിൻ്റെ ചികിത്സയ്ക്കെല്ലാം ഞാൻ ഇനി എങ്ങനെ കാശുണ്ടാക്കും, ഇവിടെ സ്വാതിമോളുടെ കാര്യങ്ങളെല്ലാം ഇനി എങ്ങനെ നടക്കും, സഹായിച്ചുകൊണ്ടിരുന്നവർ ആരും ഇനി നമ്മളെ സഹായിക്കില്ല, ഇനി നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നെല്ലാം പറഞ്ഞുള്ള ആദ്യമെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ സങ്കടപ്പെട്ട് കരയാണ് മേഘൻ്റെ മുന്നിൽ. നിന്റെ അച്ഛനാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, ഇപ്പോൾ നിന്റെ അച്ഛനാണ് ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ നാശമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പൊട്ടി കരയാണ് സീമന്തിനിയും മേഘനാഥനും. പിന്നീട് പ്രതാപനെയും വാമദേവനെയുമാണ് കാണിക്കുന്നത്. വാമദേവനാണെങ്കിൽ പ്രതാപനെ കോടതിയിൽ വെച്ച് മൊഴിമാറ്റി പറഞ്ഞതിനെ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. അതേസമയം തനിക്ക് മൊഴിമാറ്റി പറയാനുള്ള കാരണങ്ങളെക്കുറിച്ചെല്ലാം തന്നെ പ്രതാപനാണെങ്കിൽ വാമദേവനോടായിട്ട് പറയുന്നു. ഇത് കേൾക്കുന്ന വാമദേവനാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ചു പോകുന്നു. എൻ്റെ അവസ്ഥ അതായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞത്, അതുകൊണ്ടാണ് നമുക്ക് ജാമ്യം നിഷേധിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് കേട്ട് വാമദേവനാകെ ഞെട്ടിത്തെറിച്ചു പോവുകയാണ്. വീട്ടിലെത്തിയതിനു ശേഷം ദുർഗയാണെങ്കിൽ സീമന്തിനെ വിളിക്കുന്നു. എന്നിട്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും അറിയാമായിരുന്നല്ലേ, നിങ്ങൾ അതുകൊണ്ടല്ലേ ഇവിടെ അന്ന് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയതെന്നും എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, എന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് എൻ്റെ ചരട് അറുത്തവനാണ് നിൻ്റെ ഭർത്താവ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ദുർഗ പൊട്ടിത്തെറിക്കുകയാണ് സീമന്തിനിയോട്. ഇതെല്ലാം കേൾക്കുന്ന സീമന്തിനിക്കാണെങ്കിൽ ഒരക്ഷരം മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ തന്നെ ആകുകയാണ്. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ കമലേശ്വരത്ത് തന്നെ വരികയാണ്. എന്നിട്ട് കരുണയെ ഇവിടെ എങ്ങനെയെങ്കിലും ഏൽപ്പിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുത്തശ്ശി അവിടെ എത്തുന്നത്. അങ്ങനെ മുത്തശ്ശിയെ കാണുന്നതും ദുർഗയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, നിങ്ങളുടെ മകളെ ഇനി മരുമകളായിട്ട് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്ന ദുർഗയുടെ മുന്നിൽ വല്ലാത്ത സങ്കടപ്പെട്ട് തന്നെ കരയാണ്. എൻ്റെ മകളെ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ എൻ്റെ മകളുടെ കുഞ്ഞിന് അച്ഛനില്ലാതായി പോകുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട്
മുത്തശ്ശി വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഇത് കണ്ട് ദുർഗ പറയുന്നുണ്ട്, ഞാനല്ല തീരുമാനിക്കുന്നത്, ഉണ്ണിയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അമ്മേ ഇതൊരവസരമായിട്ട് തന്നെ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ദുർഗയോട് പറയുന്നു. അവളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലോട്ട് എഴുതി വെക്കുകയാണെങ്കിൽ മാത്രമേ ഇനി ഞാൻ അവളെ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അമ്മ അവരോട് പറയണമെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, മോനെ അതെല്ലാം ഇനിയും നടക്കുന്ന കാര്യം വല്ലതുമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദുർഗ ചോദിക്കുന്ന സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവളെ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയണമെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ണി പറഞ്ഞ പ്രകാരം തന്നെ മുത്തശ്ശിയോടായിട്ട് ദുർഗ ഈ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ മനസ്സോടുകൂടി ആ കാര്യത്തിന് സമ്മതിക്കുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.